നമ്മുടെ വെയിലാണ്. അസ്സലാമലൈക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ അവർ ലൈഫാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി നമ്മൾ സുബൈക്കൊക്കെയാണ് എണീച്ചിട്ട് ഒരു 6:30 ആയപ്പോഴാണ് എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഓക്കെ, അസ്സലാമലൈക്കും. നമ്മൾ കിച്ചണിലോട്ട് കിടക്കുകയാണ്. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ആത്മഹത്യ ബീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് ഇനി ചിക്കന് നമ്മൾ ബീഫ് ഇടുമ്പോൾ ഇനി വീഡിയോ ഓണാക്കാം, അല്ലാതെ ലെങ്ത് കൂടും. ദോശന്റെ നടുപോയി. നാട്ടത്തെ വേണം അത് നോക്കാണി. ബീഫ് ഉണ്ടല്ലേ, ചുടുത്ത ബീഫ്. നോക്കി 36 കുക്ക് ചെയ്തോന്ന് വെക്കുകയാണ് ഗൈസ്. ഇതിന്റെ ചൊറുക്കൊക്കെയാണ്. ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പറയും. നോക്കി നോക്കാനേ ജാതി ചുമ്മാ സീൻ മോനെ, മുട്ടാൻ നിൽക്കേണ്ട സീൻ മോനെ. അല്ല പോക കയറി. അപ്പോൾ ദോശ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഷേപ്പൊക്കെ സെറ്റ് ആയിക്കണല്ലോ. ഇവിടെ എന്താണിത് ദോശ കണ്ടിട്ട് എന്താ അവസ്ഥ? തിന്നാ അടിപൊളിയാട്ടോ, കാണുന്ന മാതിരിയല്ല. ജമ്മേ നല്ല രസമുണ്ട്. പ്രായത്തില് അടിപൊളി. അതുകൊണ്ടല്ലേ കുറെ ഏട്ടൻ തിന്നണേ. അത് നമ്മൾ തിന്നോ നമ്മോടാളി എന്താ ദോശ ഓളും ചൂടാണ്. നമ്മൾ ബീഫ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കും. ബാക്കി വീഡിയോസ് നമ്മൾ കഴിക്കുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും. പിന്നെ എല്ലാവരും പറയുന്നത് ഞാൻ എന്താണ് ഇങ്ങനെ അസ്സലാമലൈക്കും കൂടുതൽ പറയുന്നത്, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതങ്ങനെ ശീലിച്ച് പോയി. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ സലാം അങ്ങനെ പറയല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി കാണാം. ഓക്കെ, നിങ്ങൾ പറയും. അതായത് നമ്മൾ അച്ചാറും കൂട്ടണം. എനിക്ക് ഇഷ്ടമാട്ടോ അച്ചാറും ബീഫ് ദോശ അങ്ങനെയൊക്കെ. ഇതാണ് അച്ചാർ, ഇത് ബീഫ് ദോശ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. സീന് സാധനം സത്യത്തില്. ബീഫ് ഞാൻ ഉണ്ടാക്കേണ്ട അറിയില്ല, ദോശയോട് ഉണ്ടാക്കേണ്ട അറിയില്ല. നല്ല രസം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നണം അതിന് നിങ്ങൾ കമൻറ്റ് റിപ്ലൈ തരും, കമൻ്റ് ഇടിയും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നണത്, അത് കണ്ടിട്ട് എന്താണ് അവസ്ഥ. തിന്നിട്ട് ഇച്ച അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് പറയും. നല്ല രസമുണ്ട് സത്യത്തിലും, മാഷാ അല്ലാഹ്. അപ്പം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാം, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, അസ്സലാമലൈക്കും. നമ്മളെ ഡ്രസ്സ് അലക്കാൻ പോവാണ്. ഞാനാണ് അലക്കണത്. ഭയങ്കര എക്കണം. ഇവിടെ നിന്ന് പാട്ട് പാടിയാൽ ഭയങ്കര രസമായിരിക്കണം. പക്ഷെ നമുക്ക് പാടില്ല. അപ്പോൾ ഈ ഡ്രസ്സ് ഇതിലേക്ക് ഇടാണ്. ഓക്കെ, വൈറ്റ് ഷാളൊക്കെ വേറെ ഇടണം. ഇത് ഞങ്ങളിവിടെ ഇവിടുത്തെ ഒരു വ്യൂ പറയുന്നത്. അതായത് നമുക്ക് കണ്ടില്ലേ മുരിങ്ങക്കായ ഉണ്ട് ഇവിടെ. കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. ഫ്രീ മൈൻഡ് ആവും ഇവിടെ നിന്ന് രാത്രി കൂടെ ഇങ്ങനെ നിന്ന്. മോളെ ഇവിടെ പറഞ്ഞാലേ കേൾക്കാം, അതിലവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് വൈറ്റ് ഡ്രസ്സുകൾ മാത്രമേ നമുക്ക് പൈലിടാം. പോക്കറ്റൊക്കെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഓളെന്തോ പറയണ്ടേ, കേക്കുണ്ടാവോ? ഞാൻ മൈക്കോടെ ആയിട്ട് ചിലപ്പോ കേൾക്കൂല.
അപ്പോൾ നമുക്ക് ഇനി ഇത് ഇടാം. ഇത് സെറ്റാണ്, ഒന്നും ഇല്ലാന്നാ പറയണത്. പിന്നെ ഇതോടെ ഷാളാണ്, പുതിയ ഷാൾ വാങ്ങി കൊടുത്താൽ നല്ല രസമുണ്ട്. ഇത് ഒതുങ്ങി ഇങ്ങനെ നിൽക്കും ഷാള്. ഇത് ഇനി ഷാൾ ഇട്ടിക്കണോ? പിന്നെ എന്തിനാ തിരുമ്പണ്? എന്ന് വൈറ്റ് ഇട്ടെന്ന് ഇട്ടു എന്നൊക്കെ പറയണ്ട്. എന്തായാലും ഒക്കെ ഇടാ. എക്കോലിടാ അല്ലേ? അപ്പൊ നമ്മൾ ഇതിലിടാം. കോട്ടൺ ഉണ്ട്, മിക്സിൽ കൊടുക്കാം. നമുക്ക് മിക്സ് ഇട്. എന്തൊക്കെയാ വല്ലാക്ക് അറിയാം. പൊടി ഇതിലിടുക, ഇതിലൊക്കെ അല്ലേ? പൊടി ഇതിലിടുക ഒന്ന്. അപ്പം അതിൽ പൊടി കുറച്ചിട്ട് കൊടുക്കാം. അത് മതി, കുറച്ചധികം ഇടാം. ചളിയൊക്കെ പോട്ടെ. അപ്പൊ അത്രക്കേ ഉള്ളൂ. ഞാനാട്ട് അരക്കല്, അതാണ് ശരിക്കും മൂപ്പർക്ക് അറിയാത്ത. ഇച്ചറിയില്ല സംഭവം. ഇനി ഇത് ഇത്ര ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ ഓരോ ഓട്ടോമാറ്റിക് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ടായി ഇവിടെ നമ്മളൊക്കെ ഇങ്ങനെ കറങ്ങും. എടുക്കണ കരുതിയൊന്നല്ല, പിന്നെ ഡേ ലൈഫ് ഒക്കെ എല്ലാവരും കുറെ ആയി പറയണത് ഒന്ന് ചെയ്യുന്നൊക്കെ. അപ്പൊ നമ്മളങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമ്മള് സംഭവം കറങ്ങൽ തുടങ്ങി. ഇനി ഇത് നമ്മള് ഇത് ഓട്ടോമാറ്റിക് ഇത് സെൻസർ ചെയ്തുകൊണ്ട് വെള്ളമൊക്കെ സെറ്റ് ആക്കും. അപ്പൊ നമ്മളെ മറ്റേ ഇത് ഇറങ്ങി തുടങ്ങി, സോപ്പും പൊടി ഇറങ്ങി തുടങ്ങിയിരിക്കും. ഇനി സെറ്റ് ആവും. ഇനി ഇതിക്ക് നമ്മൾ സോപ്പും പൊടി ഇട്ട് കൊടുക്കണം. ഇതിക്ക് നമുക്ക് ഇങ്ങനെയാണ് ഇതില് രണ്ടിലും ഇടാ. പൊടി പൊടിച്ചു. ഇത് കട്ട പിടിച്ചിക്കണേ. ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊടി കട്ട കുത്തും. അതായത് ഡ്രസ്സും കൂടെ ഇങ്ങനെ കട്ട കുത്തും. ഇനിയിപ്പോ ഇത് മിക്കവാറും കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പൊടി, അല്ലെങ്കിൽ ഇനി ചിലപ്പോ മിക്കവാറും പൊടി ആവും. ഇത് ഓണാക്കിയാണ്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് എത്ര ആഴ്ച ആയിക്കോളും. നമ്മളിനി എടുക്കാനുള്ള ഡ്രസ്സുകള്, അതായത് ഇപ്പൊ ഉണങ്ങിയ ഡ്രസ്സുകളുണ്ട് ഇവിടെ. ഇതൊക്കെ മറ്റേ പെണ്ണുങ്ങളെ മറ്റേ ഇതില്ല, ഒരു ഡ്രസ്സില്ല ഇവിടെ ഇങ്ങനെ ഇറുകിക്കാണ്ടില്ല, അതേമാതിരി അയക്കുക. മടക്കല് റൂമിൽ നിന്നാക്കണോ ഇവിടെ നിന്നാക്കണോ? ഞാൻ മടക്കി തരാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെ മടക്കി കാണിച്ചു തരാം. ഡ്രസ്സ് എങ്ങനെ മടക്കാന്ന് നമുക്ക് കാണിച്ചു തരാം. കാരണം ഞാൻ മുന്നേ കുറെ ഡ്രസ്സിന്റെ ഷോപ്പിലൊക്കെ നിന്നിരുന്നു. ഇപ്പൊ കുറച്ച് പരിചയമുണ്ട്. അത് മടക്കി കൊടുക്കാം. ഇപ്പം നിന്നിട്ട് പറ്റില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല കഥ. ഞാൻ അടയ്ക്കാൻ മതി, സെറ്റായി കേട്ടോ. നല്ല മടക്കലാണ്. നോക്കണേ, പെർഫെക്ഷൻ ശരിയായിട്ടില്ല, അടിപൊളിയായി. അതില്ലേ ബാക്കി ഡ്രസ്സുകളൊക്കെ നമുക്ക് റൂമിൽ കൊണ്ടുപോവാം. ഓള് മടക്കും എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും നമ്മൾ മടക്കാൻ ചെയ്യുന്നതാണ്. കുറച്ച് പമ്പർന്നോള് ക്ലിപ്പ് ഇട്ടിട്ടില്ല. ഇതാണ് സോപ്പും പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മേലെ കൂടെ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇല്ല പ്രശ്നം എന്താണ് ഉണ്ടാവും. ഈ പുള്ളിമാരി ഇങ്ങനെ വരും. ലിക്വിഡ് ഇസ് ദ ബെറ്റർ. ബൈ ലിക്വിഡ്. സർഫ് പൊടി ഒഴിവാക്കൂ, ഷർഫ് വാങ്ങൂ. സുബ്ഹാന റബ്ബേ, എന്താ ഇത് കഥ? അന്നായതാ പറഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഇടാം. കമോൺ ഗൈസ്, എന്താ ഇതിന്റെ കോലം? ആ പാട്ടില്ലേ, കോപ്പിറൈറ്റ് റബ്ബേ. അപ്പൊ ഗായ്സ്, നമ്മുടെ റൂമിന്റെ അവസ്ഥ പലരും ഘോരമാണ്. ഇതൊക്കെ നമുക്ക് നീട്ടിയിട്ട് സെറ്റാക്കിയിട്ട് കാണാം. എന്തോ കടിച്ചു ഗൈസ്, മേലെ പോയപ്പോൾ എന്തോ തണർക്കുണ്ട് ഇവിടെ. നമ്മൾ ഈ ഭാഗം ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ തുണി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മടക്കി വെക്കാം. ഓക്കെ, ഇന്ന് ഞാനാണ് ഫുള്ള് മറ്റേ ഇതിൽ വരുന്നത്. ഇന്ന് എൻ്റെ ഡേ ആണ്, അതായത് ഞാനാണ് ഫുള്ള് പണിയെടുക്കുന്നത്. നമ്മൾ ചാർജറും ഇതൊക്കെ ഇതിൽ എടുത്തേക്കാം. ഓക്കെ,
തട്ടേ ഇൻഷാല്ലാ നമുക്ക് ചലഞ്ചിങ് വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യണം. എന്തായാലും ഇപ്പോൾ നമുക്ക് സമയമില്ല, ഒന്നാമത് സമയം കണ്ടെത്തിയിട്ട് നമുക്ക് വേറെ വീഡിയോസ് ഇൻഷാല്ലാ നമുക്ക് പോസ്റ്റ് ആക്കണമെന്നുണ്ട്. ഒന്നാമത് ഈ റൂമിൽ നമുക്ക് അത്ര കൃത്യമായിട്ടുള്ള സ്പേസ് ഒന്നുമില്ല. എന്നാലും അൽഹംദുലില്ലാ ഇതെങ്കിലും ഉണ്ടല്ലോ. ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് നല്ല റൂമൊക്കെ എടുക്കണമെന്നാണ് ഒരു പ്ലാന്. ഇൻഷാല്ലാ റെഡി ആവും. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ വെക്കുക, മടക്കി വെച്ചാണ്ട് തലക്കണി അവരൊക്കെ പുതിയ വാങ്ങണം. ഇൻഷാല്ലാ നമുക്ക് ഡ്രസ്സ് മടക്കാം. ഞാനും എല്ലാവരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എല്ലാവരും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് കുപ്പായക്കാരി പങ്കായം പൊക്കി. കപ്പലിലാണ് കുപ്പായക്കാരി ഓടപ്പഴം പോലും. ആദ്യം എന്തോ കളർ ഇളക്കിക്കാണല്ലോ ഇതിമേ. എന്താണ് ഇത്? എന്തത് കാട്ട ഒരു മഞ്ഞ കളർ അയക്കണ. ആരോട് പറയും? ഐ ഡോണ്ട് നോ ഗൈസ്. ശ്രദ്ധിക്കണം. ഞാൻ കുറെ തവണ പറയാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ശ്രദ്ധ കൂടിപ്പോയി. 2 കളറാണ് ഇങ്ങോട്ട് നോക്കാൻ. ഇവിടെ കളർ കാണാൻ കഴിയുണ്ടാവില്ല. കാണും നിങ്ങൾ. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇത് കളറല്ലല്ലോ, വൈറ്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ കളർ പിടിക്കൂലെന്ന് കരുതിയാണ്. സംഭവം കാര്യം പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നീറ്റായി കരുതണു. ഇതെടുത്തേക്കാം. അതൊന്നും കാണിച്ചിട്ടുണ്ടാവും, കുറെ ലാക്ക് അടിപ്പിക്കുള്ള. അപ്പൊ അങ്ങനെയൊക്കെയാണ്. മൊട്ട വെയിലാണ്. ഡ്രസ്സൊക്കെ ആരെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും മേ ബി, കാരണം സൈക്കിൾ വെയിലാണ്. കണ്ണ് പൊളിച്ചിട്ട് നിൽക്കില്ല. കാരണം വേറെ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോ അവര് തുണികൾ മാറ്റലുണ്ട്. യെസ്, നമ്മളെ ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ വിറ്റെന്താ വെച്ചാലേ ഡ്രസ്സ് ഏകദേശം ഉണങ്ങിക്കണ്. ഇനി കൊണ്ടുപോവാ നമുക്ക്. റബ്ബേ കണ്ണ്, റബ്ബേ സത്യത്തില് കണ്ണുറക്കാൻ ഭയങ്കര വെയില്. ഒന്നാമത് വെള്ള ഡ്രസ്സ് ഇതൊക്കെ പായണ്ടേ. വെള്ളം ഇടുമ്പോഴേ തലയിൽ വെള്ളത് വരില്ല, അതായത് വെയിലടിക്കൂല. കറുപ്പിട്ട് കഴിഞ്ഞാല് എടി ഷാളൊക്കെ ഉണങ്ങിക്കണ്. ഇഞ്ച തലയിലിട്ട ഷാൾ ഉണങ്ങിക്കണ്. എടുക്ക്. പനനീർ കുളിരും തിരുമാൻകിളിയെ മേഘത്തുള്ളി. ഗേസ് എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട്? പിന്നെ നമ്മൾ ഡ്രസ്സ് തോരടൽ കഴിഞ്ഞു. വെയിലായോണ്ടാണ് കേട്ടോ. വേറെ ഡ്രസ് ഉണ്ടായിരുന്നു. റബ്ബേ
മറ്റു ഡ്രസ്സ് ഇതിലുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിമത്തെ സാധനങ്ങളൊക്കെ പൊയ്ക്കണ്. നമുക്ക് ഇനി ഈ ഡ്രസ്സുകൾ എടുക്കാം. കണ്ണ് നോക്കാൻ വയ്ക്കില്ല. ഇത് നമുക്ക് നമ്മളെ ആങ്കർ ഇടാം. ആദ്യം തല മറക്കട്ടെ, ഇനി കരിവണ്ടാവും. നമ്മളൊന്നും കരുതരുത് കേട്ടോ. ഞാൻ മൊട്ട വെയിലായോണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. എടി അവിടെ പോയി നിന്നോ, അവിടെ പോയി നിന്നോ. അവിടെ നിന്ന് ഇങ്ങനെ എടുത്തള, വെറുതെ വെയിലോളണ്ട. രണ്ടാളും പാടെ വെയിലോളണ്ട. അവിടെ പോയി നിന്നാളെ അതിൻ്റെ ഉള്ളിലേ. She say no problem. I say okay, no problem. No problem. മോഹത്തേരിൻ ചിറകുള്ള അഴകുള്ള ഫാത്തിമ, അതൂതരെ പൂമോള് ഫാത്തിമ. ഇഞ്ചമ്മേ, എങ്ങനെ വെയിൽ സഹിച്ച മക്കളെ? വെയിലെങ്ങനെ സഹിച്ച? ഒടുക്കത്തെ വെയിലാട്ടോ, പെരും വെയില്. സുബ്ഹാന റബ്ബേ, സഹിച്ചണില്ല. ഫോണൊക്കെ പഠിച്ചു പോകും മിക്കവാറും ഹീറ്റായി കണ്ട്. ആ ഫോണൊന്ന് മറച്ചു കുത്തിരുന്ന വെയിലാണേ, വെയിൽ സഹിച്ചണില്ല. എന്നിട്ട് മറച്ചു കുത്തിരുന്ന ഫോൺ മറക്കേ, അല്ലെങ്കിൽ ഫോൺ അടിച്ചു പോകും, ഹീറ്റ് ചെയ്യും, നല്ല ഹീറ്റാവും. ഈ ഷാൾ എവിടെ ഇടാ? പിന്നെ മേൽക്കൂടെ ഇടാ, ഇവിടേക്കിടാ. ഇവിടെ നിന്നോട്ടെ, ഫ്ലിപ്പിട്ടായി ഇവിടെ. അപ്പോൾ ഗേസ്, പെരും വെയിലാണ്, പറയാൻ കഴിച്ചില്ല വെയിലിൻ്റെ അവസ്ഥ. അത്രക്കും വെയിലുണ്ട്, നല്ലോണ്ട്. ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് മേലെ തോരണ്ട. അപ്പോൾ ചെമ്മേ ഈ ഷാള് തോരണ്ട, കാരണം ഇവിടെ നിന്ന് കണ്ടന്നെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷോള് നമ്മൾ വെയിലത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ പോവാണ്, കഴിഞ്ഞു. ബൈ. ഇമാരി കൊട്ട വെയിലത്ത് പിന്നെ മണ്ടൂലേ. സ്വർഗം. കണ്ണൊക്കെ പൊളിച്ചിട്ട് പിന്നെ നമുക്ക് നേരെ കിച്ചണിക്ക് പോയി ഉച്ചഭക്ഷണം ഉണ്ടാക്കാം. ഓക്കെ, ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ റെഡിയാക്കുന്നു ഗൈസ്. മരുമകൻ എന്താണ് പണി? അരി കഴിക്കുകയാണ്. ചെറുക്കിനല്ലേ ഫുഡിനല്ലേ? നെയ്ച്ചോറും ചിക്കൻ കറിയും. ഗൈസ്, ചോറ് റെഡി, ചിക്കൻ കറി റെഡി ആവുന്നു. പിന്നെ പപ്പടം കൂടി പൊരിക്കാം. അപ്പോൾ നമ്മൾ ഇനി കുളിച്ച് വരാം. ഓക്കെ, ബാക്കി വീഡിയോസൊക്കെ ആഡേക്കാം. ഫുഡ് ഏകദേശം റെഡിയിട്ട് ഇൻഷാല്ലാ പള്ളിയിൽ പോകണം. ഗൈസ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, പള്ളിയിൽ പോവാൻ മാറ്റി മുണ്ടൊക്കെ എടുത്ത്. മൈക്ക് ഓൺ ആക്കിയിട്ടില്ലേ? ഗൈസ്, കുളി കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ മാറ്റി. ഇത് ഫ്രൈഡേത്തെ ഡേ ഇൻ മൈ ലൈഫിലെ ജുമാ മുബാറക്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. വേഗം പോയിക്കോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇതൊന്നും ഇളക്കിയിട്ടുണ്ടായിരുന്നു വേറെ ആ ചിക്കൻ കറി. ഇന്നത്തെ ഈ വ്ളോഗ് ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഡെയിലി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുകയാണ്. അപ്പം ഞാൻ അത്ര തന്നെ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ നിസ്കരിക്കട്ടെ. അപ്പം നമ്മൾ ഉറക്കമൊക്കെ തീർന്ന് ഇനി അസർ നിസ്കരിച്ച് ബാക്കിയുള്ള പരിപാടികൾ കാണാം. ഓക്കെ, ബൈ. Allah Allah mere Allah
പിന്നെ ഇവനെ കഴിഞ്ഞ് രാത്രി മഹരിബൊക്കെ ആയിരിക്കും പിന്നെ വീഡിയോ ഒക്കെ എടുക്കണം കരുതാവുന്ന നടന്നല്ല. പിന്നെ എന്തായാലും രാത്രി ആയില്ല, പിന്നെ രാത്രിക്ക് ഫുഡ് കാണാം. ഉച്ചക്കത്തെ നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ട്. നെയ്ച്ചോറുണ്ട്, പിന്നെ നല്ല പിന്നെ ചിക്കൻ കറി ഉണ്ട്. ഓക്കെ, അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്ന അറിയാം. അതായത് നമുക്ക് കുറച്ച് സാധനങ്ങളുള്ള നമ്മൾ വാങ്ങിയിട്ട്, അതായത് നമുക്ക് ഡെയിലി വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളിത് വാങ്ങി കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഇത് ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്ത് പോയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അത് വാങ്ങിയിട്ട് ഇൻഷാല്ലാ നമ്മൾ വീഡിയോ ഇനി വീഡിയോ ഇനി പുറത്ത് പോകണം കാണിക്കണ്ടെന്ന്. കാരണം എന്ന് നമ്മൾ കാണിക്കേണ്ടതാണ്. അല്ലറ ചില്ലറ ഭാഗങ്ങൾ കാണിച്ചിട്ട് നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യും ഇൻഷാല്ലാ. അപ്പോൾ ബാക്കി വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അതൊക്കെ